കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗിൾ ഫേസ് പമ്പുകൾ നിരവധി ഇന്ന് മാർക്കറ്റിലുണ്ട്. ഏറ്റവും ഹെഡ് കുറഞ്ഞ സൈറ്റുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്ചാർജ് ഉള്ള 2 HP 4 ഇഞ്ച് ഡെലിവറി സൈസിൽ വരുന്ന ടെക്സ്മോ-Aquatex അക്വ ഗ്രൂപ്പിൻ്റെ ഒരു ഓപ്പൺവെൽ സബ്മേർസിബിൾ പമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെക്സ്മോ-Aquatexiൻ്റെ ASMSP15100 എന്ന് പറഞ്ഞ 4 ഇഞ്ച് സെക്ഷൻ സൈഡും 4 ഇഞ്ച് ഡെലിവറി സൈഡുമുള്ള ഓപ്പൺവെൽ സബ്മേർസിബിൾ പമ്പാണിത്. വെള്ളത്തിലിടുന്ന കാസ്റ്റ് അയൺ കൺസ്ട്രക്ഷനിലാണ് ഇതിൻ്റെ ബോഡിയും ഇതിൻ്റെ കേസിംഗ് എല്ലാം വരുന്നത്. ഇതിൻ്റെ ഇമ്പലർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ആക്സിയൽ ഫ്ലോ ടൈപ്പ് ഇമ്പലറാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം ഫ്ലോ കിട്ടുന്ന ആക്സിയൽ ഫ്ലോയുടെ പ്രത്യേകത അറിയാം. മാക്സിമം ഡിസ്ചാർജും ഹെഡ് കുറവാണ് ആക്സിയൽ ഫ്ലോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് ഏകദേശം 4 മീറ്റർ മുതൽ 13 മീറ്റർ വരെയാണ് ഹെഡ് പറയുന്നത്. മിനിമം ഹെഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 75,000 ലിറ്ററോളം വെള്ളമാണ് ഒരു മണിക്കൂറിൽ കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് സാധാരണ ഈ തോട് കീറി നനയ്ക്കുക അല്ലെങ്കിൽ ചാല് കീറി നനയ്ക്കുക എന്നൊക്കെ പറയുന്ന നമ്മുടെ പാടത്തിൻ്റെ സൈഡുകളിലും ആഴം കുറവുള്ള സ്ഥലങ്ങളിലും ഒരുപാട് വെള്ളം ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് മെയിനായിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ ഹെഡ് 13 മീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഹെഡ് കൂടിയ സൈറ്റുകളിലേക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2 HP 12 ആംപിയർ മാത്രമാണ് ഇതിൻ്റെ ഒരു നോർമൽ ഹെഡ് കൊടുത്താൽ കമ്പനി അവകാശപ്പെടുന്ന കറണ്ട് കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് കമ്പനികളെ കമ്പയർ ചെയ്യാൻ നേരത്ത് തീരെ കുറവൊരു കൺസപ്ഷൻ തന്നെയാണ് 12 ആംപിയർ എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അക്വാടെക്സിൻ്റെ ക്വാളിറ്റി എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഫുഡ് ഗ്രേഡ് കാസ്റ്റേൺ, അതേപോലെ കാസ്റ്റേൺ ഇമ്പലർ, കാർബൺ ബുഷുകൾ, അങ്ങനെ ഏറ്റവും ഹെവി ആയിട്ടുള്ള രീതിയിലാണ് ഇവരുടെ പമ്പുകളെല്ലാം നിർമ്മിക്കപ്പെടുന്നത്. അതുകൊണ്ട് ക്വാളിറ്റി വൈസ് നമുക്കൊരു ചർച്ചയുടെ ആവശ്യമില്ല. നമ്മുടെ നോർമൽ സബ്മേർസിബിൾ പമ്പുകൾ പോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കേണ്ടതുണ്ട്. നമുക്ക് ഇതിൽ ആദ്യം വെള്ളം ഫില്ല് ചെയ്യാം, ടെസ്റ്റ് ചെയ്യണം, ഇതിൻ്റെ ഡിസ്ചാർജ് കാണിച്ചു തരാം. നമുക്ക് ഈ 4 ഇഞ്ചിൻ്റെ പൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ പ്രഷർ മറ്റ് കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരാനുള്ള വഴിയില്ല. 4 ഇഞ്ചിലുള്ള ഡിസ്ചാർജും നമുക്ക് അതിൻ്റെ കറണ്ട് കൺസപ്ഷൻ ഇപ്പോൾ മിനിമം ഹെഡ് കീപ്പ് ചെയ്യാത്തൊരു സൈഡിലാണ് നമ്മളത് ഉപയോഗിക്കാൻ പോകുന്നത്. മിനിമം 4 മീറ്ററാണ് പറയുന്നത്. എങ്കിലും നമുക്ക് അതിൻ്റെ ജസ്റ്റ് കറണ്ട് കൺസപ്ഷൻ ഫുൾ ലോഡിൽ, അതായത് നമ്മൾ ഫുൾ ഓപ്പണിങ്ങിലുള്ള കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, പെർഫോമൻസും കാണാം. ഈ മോട്ടറിൻ്റെ ഏകദേശ മാർക്കറ്റ് റേറ്റ് വരുന്നത് 21,000 രൂപയാണ് മോട്ടറിൻ്റെ മാത്രം പ്രൈസ് വരുന്നത്. പാനൽ ബോർഡ് എക്സ്ട്രാ നമുക്ക് MCB ടൈപ്പ് പാനൽ ബോർഡ്, കോൺടാക്ടർ ടൈപ്പ് പാനൽ ബോർഡ് അങ്ങനെ പല റേഞ്ചിൽ അവൈലബിൾ ആണ്. MCB ടൈപ്പിന് ഒരു 1,600 രൂപ, കോൺടാക്ടർ ടൈപ്പിന് ഏകദേശം 2,500 ആണ് എക്സ്ട്രാ റേറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെലിവറി ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ സെക്ഷൻ സൈഡിൽ സാധാരണ സബ്മേർസിബിൾ പമ്പുകൾ പോലെ തന്നെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട്. അത് മസ്റ്റായിട്ട് വെക്കണം, ഇല്ലെങ്കിൽ വലിയ കരടും മറ്റു കാര്യങ്ങൾ വലിയ കല്ലൊക്കെ കയറി കഴിഞ്ഞാൽ ഇമ്പലർ അടയാൻ അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സ്റ്റെയിനർ മസ്റ്റാണ്. മാക്സിമം ക്ലിയർ വാട്ടർ പർപ്പസിന് തന്നെ പമ്പുകൾ ഉപയോഗിക്കുക. അതേപോലെയുള്ള പമ്പുകൾ വരുന്ന ക്ലിയർ വാട്ടർ ആപ്ലിക്കേഷനാണ്. നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് കരട് ചെളിയൊക്കെ കയറാൻ പാകത്തിന് ഇത് ഉപയോഗിക്കാതിരിക്കുക. ചെറിയ സമ്പ്, സിമെൻറ്റ് സമ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വെള്ളം അടിക്കാൻ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് കൂടുതൽ മണലും കല്ലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ പമ്പ് നമുക്ക് വെള്ളത്തിലേക്ക് കൊടുക്കാം. നല്ല വെയിറ്റുള്ള പമ്പാണ്. അപ്പോൾ നമ്മുടെ പാനലിലേക്കുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺവെൽ സബ്മേർസിബിൾ ആയതുകൊണ്ട് തന്നെ ഇതിന് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഈ 2 HP ഉണ്ട്, അതേപോലെ തന്നെ വോൾട്ടേജ് കണ്ടീഷൻസൊക്കെ കമ്പയർ ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ നേരത്ത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഒരെണ്ണം കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മോട്ടർ വർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മളിത് മോട്ടറെല്ലാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, എന്നാലാണ് ആ വെള്ളത്തിൻ്റെ ഫ്ലോ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. മോട്ടർ ഇപ്പോൾ നിലവിൽ 15 ആംപിയറിനടുത്താണ് എടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആ വാട്ടർ ലെവൽ തൊട്ട് ഏകദേശം ഒരു ജസ്റ്റ് ഒരു 1-1.5 മീറ്റർ കഷ്ടി ഹെഡിലാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ആ ഫ്ലോ നിങ്ങൾക്ക് കാണാം. മാരക ഫ്ലോ എന്ന് പറയുന്ന പോലെ ഭയങ്കര ഹൈ ഡിസ്ചാർജ് പമ്പാണ്. 70-75,000 ലിറ്റർ ഫ്ലോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്രത്തോളം വീഡിയോയിൽ നമുക്കത് മനസ്സിലാവണമെന്ന് അറിയില്ല. ഭയങ്കര ഡിസ്ചാർജാണ് പമ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പമ്പ് ഇപ്പോൾ തൊട്ട് അടുത്താണ്. മാക്സിമം 1 മീറ്റർ ഹെഡിലാണ് യൂസ് ചെയ്യുന്നത്. ഈ പമ്പ് മിനിമം 4 മീറ്ററാണ് കമ്പനി ആവശ്യപ്പെടുന്ന റെക്കമെൻഡഡ് മിനിമം ഹെഡ് എന്ന് പറയുന്നത്. അങ്ങനെ ഹെഡ് കൊടുക്കാതെ യൂസ് ചെയ്തിട്ട് പോലും 15 ആംപിയറാണ് വരുന്നത്. നോർമൽ റണ്ണിങ് ആംപിയർ 12 ആംപിയറിലേക്ക്, നോർമൽ റണ്ണിങ് കറണ്ട് 12 ആംപിയറിലേക്ക് താഴും നമ്മളൊരു 4 മീറ്റർ മിനിമം ഹെഡ് കൊടുക്കുകയാണെങ്കിൽ. നല്ല ഡിസ്ചാർജുള്ള പമ്പാണ്. ഒരു 75,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പോരാന്നാണ് എൻ്റെ കാഴ്ചയിൽ തോന്നുന്നത്. നമുക്ക് ഇത്രയും വെള്ളത്തിൻ്റെ ഡിസ്ചാർജ് ആയതുകൊണ്ട് ഇത് മെഷർ ചെയ്യാനൊരു വഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനൊക്കെ ആയിട്ട് തുണ്ടത്തിൽ റേഡേഴ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.